വെൽക്കം ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫോർമേഷൻ ഓഫ് യൂറിൻ എന്ന് പറഞ്ഞ ഒരു പോർഷനായിരുന്നു. ഫോർമേഷൻ ഓഫ് യൂറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? മൂത്രം രൂപപ്പെടലല്ലേ. അപ്പോൾ മൂത്രം രൂപപ്പെടുന്നതിൻ്റെ മുന്നേ 3 പ്രോസസ്സുകൾ നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ പ്രോസസ്സ്? അൾട്രാ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. ഈ 3 പ്രോസസ്സുകളിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ അൾട്രാ ഫിൽട്രേഷൻ, അവിടെ നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അതിൻ്റെ ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ എന്ന് പറഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും കംപ്ലീറ്റ് ആയിട്ടും അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ടെന്ന്. പിന്നെ വാട്ടർ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ഇവയൊക്കെ എന്താണ്? പാർഷ്യലി അബ്സോർബ്ഡ് അല്ലേ, ഭാഗികമായിട്ട് മാത്രമേ അവ അബ്സോർബ് ചെയ്യപ്പെടുന്നുള്ളൂ. പിന്നെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ, ആ ഭാഗത്ത് പാർഷ്യലി ആണ് വാട്ടർ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അവിടെ നിന്നുള്ള മിച്ചം വരുന്ന വാട്ടർ കൂടി അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും ഫൈനലി ബാക്കി വരുന്ന ആ ഒരു പോർഷൻ ഓഫ് വാട്ടറാണ് യൂറിനായിട്ട് നമ്മൾ എക്സ്പെൽ ചെയ്യുന്നത്. ദെൻ യൂറിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു ബോക്സിൽ ടു പ്രൊഡ്യൂസ് 1.5 ലിറ്റേഴ്സ് ഓഫ് യൂറിൻ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 hours അല്ലേ, ഒരു ദിവസം കൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ്റെ എമൗണ്ട് എത്രയാണ്? 1.5 ലിറ്ററാണ്. ദെൻ 1 മിനിറ്റിൽ നമ്മൾ 1 milliliter യൂറിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ 2 കാര്യം അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ യൂറിനിലുള്ള യൂറിയയുടെ കണ്ടൻറ്റ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റിൽ നമ്മൾ ഒരു കെമിക്കലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെമിക്കലിൻ്റെ പേരെന്തായിരുന്നു? സോഡിയം ഹൈപ്പോബ്രോമൈറ്റ്. ആ ഒരു പേര് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക, അത് മറക്കരുത്. ദെൻ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്തത് കിഡ്നി ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാൾസിസ്. അതായത് ഹോമിയോസ്റ്റാൾസിസ് എന്തായിരുന്നു? ഹോമിയോസ്റ്റാൾസിസ് ആന്തര സമസ്ഥിതി പാലനം അല്ലേ. അപ്പോൾ ഈ ഒരു ആന്തര സമസ്ഥിതി പാലനത്തിൽ അല്ലെങ്കിൽ ഹോമിയോസ്റ്റാൾസിസിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കിഡ്നി, വൃക്കകൾ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഹോമിയോസ്റ്റാൾസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കിഡ്നി എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നതെന്ന് ഒരു ഇലിസ്ട്രേഷൻ്റെ സഹായത്താൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇലിസ്ട്രേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവുന്നതാണ്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വേസ്റ്റുകൾ ബോഡിയിൽ ഫോം ചെയ്യുന്നുണ്ട്. ആ വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹോമിയോസ്റ്റാൾസിസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നു. ആ ഡിസ്ട്രപ്ഷൻ മാറുന്നതിന് വേണ്ടിയിട്ട് കിഡ്നി ഹെൽപ്പ് ചെയ്യുന്നു. കിഡ്നി എങ്ങനെയാണ് ഹോമിയോസ്റ്റാൾസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമ്മുടെ ബോക്സിൽ പറഞ്ഞത് എക്സ്പെൽഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ അല്ലേ, വേസ്റ്റ് മെറ്റീരിയലിനെ എക്സ്പെൽ ചെയ്യുന്നതിലൂടെ. പിന്നെ വാട്ടർ ബാലൻസ്, സാൾട്ട് ബാലൻസ്. അത് മാത്രമല്ല റെഗുലേഷൻ ഓഫ് പി എച്ചിനെ റെഗുലേറ്റ് ചെയ്ത് അല്ലേ, മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ കിഡ്നി ഹോമിയോസ്റ്റാൾസിസിനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. നമ്മൾ ഇതിൻ്റെ മുന്നേ ഹാർട്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ദെൻ ലങ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവയൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ അവസാനമായിട്ട് എന്ത് പഠിച്ചിട്ടുണ്ട്? ഡിസീസസ്, ഹാർട്ടിനുണ്ടാകുന്ന ഡിസീസുകൾ എന്തൊക്കെയാണെന്നും ലങ്സിനെ ബാധിക്കുന്ന ഡിസീസുകൾ എന്തൊക്കെയാണെന്നും നമ്മൾ പറഞ്ഞു. അപ്പം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെ എന്താണ് ഇവിടെ നമ്മൾ കിഡ്നിയെ കുറിച്ച് പഠിച്ചു. അപ്പം കിഡ്നിയെ ബാധിക്കുന്ന ഡിസീസുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം കിഡ്നി ഡിസീസസ്. നമുക്ക് നോക്കാം. ബാഡ് ഹെൽത്ത് ഹാബിറ്റ്, ലൈഫ് സ്റ്റൈൽസ് ആൻഡ് ഇൻഫെക്ഷൻ ബൈ മൈക്രോ ഓർഗാനിസം അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ ഹെൽത്ത് ഓഫ് കിഡ്നീസ്. അതായത് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഡ് ഹെൽത്ത് ഹാബിറ്റ്, നമ്മുടെ മോശമായിട്ടുള്ള ഹെൽത്ത് ഹാബിറ്റ്, ദെൻ ലൈഫ് സ്റ്റൈല് ആൻഡ് ഇൻഫെക്ഷൻ ബൈ മൈക്രോ ഓർഗാനിസം. അതായത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒക്കെ ഇൻഫെക്ഷൻ, ഇതൊക്കെ എന്താണ്? നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്നു അല്ലേ. ആരോഗ്യകരമായുള്ള ഒരു കിഡ്നിയെ എന്ത് ചെയ്യുന്നു? തകരാറിലാക്കുന്നു എന്നാണ് പറയുന്നത്. അതിപ്പോൾ കിഡ്നീൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ഏതൊരു ഓർഗൻ എടുത്ത് നോക്കുകയാണെങ്കിലും ഈ സെയിം സിറ്റുവേഷനാണ്. അതായത് തെറ്റായ ആരോഗ്യശീലങ്ങളും ജീവിതശൈലിയും ഒക്കെ എന്താണ് നമ്മുടെ ഏതൊരു ഓർഗനെയും ബാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കണ്ണിനെ എടുത്ത് നോക്കി കണ്ണിലേക്ക് ലേസർ ലൈറ്റ് അടിക്കുക, അത് നല്ലതാണോ? അത് നമ്മുടെ കണ്ണിനെ ബാധിക്കില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ കിഡ്നിയെ പറയുന്നത്. അപ്പം കിഡ്നിക്ക് ഉണ്ടാവുന്ന ഡിസീസുകളാണ് അവിടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. ആ ബോക്സ് നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ച് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം.
ഇവിടെ ഡിസീസസ്, റീസൺ, സിംറ്റംസ്, ഇങ്ങനെ 3 ബോക്സാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ എന്താണ് പറയുന്നത്, കിഡ്നിയെ ബാധിക്കുന്ന ഡിസീസുകൾ ഏതൊക്കെയാണെന്ന്. ഏതൊക്കെ ഡിസീസുകളാണ്? നെഫ്രൈറ്റിസ്, കിഡ്നി സ്റ്റോൺ, യുറീമിയ. അപ്പോൾ ഏതൊക്കെയാണ്? നെഫ്രൈറ്റിസ്, കിഡ്നി സ്റ്റോൺ, യുറീമിയ. അപ്പോൾ ഇവ 3 എന്താണ്? കിഡ്നിയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ദെൻ നെക്സ്റ്റ് ബോക്സിൽ ഈ ഓരോ രോഗത്തിൻ്റെയും റീസൺ, എന്താണ് ഈ രോഗത്തിൻ്റെ കാരണം എന്നാണ് അടുത്ത ബോക്സ് പറയുന്നത്. അതിനുശേഷമുള്ള ബോക്സിൽ സിംറ്റംസ്, ഈ രോഗം എന്തെല്ലാം സിംറ്റംസ്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക, ഈ 3 കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നെഫ്രൈറ്റിസ് ആണ്. ഈ നെഫ്രൈറ്റിസ് എന്നുള്ള പേര് നിങ്ങൾ നോക്കിക്കേ. നമ്മൾ കിഡ്നിയുടെ ഒരു ബേസിക് യൂണിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ബേസിക് യൂണിറ്റ്? നെഫ്രോൺ ആണല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നെഫ്രൈറ്റിസ് നമ്മുടെ നെഫ്രോണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നില്ലേ? അപ്പോൾ നെഫ്രൈറ്റിസ് എന്നൊരു പേര് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഓർത്തോളുക അത് കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസാണെന്ന്. ദെൻ കിഡ്നി സ്റ്റോൺ, നമുക്ക് പേരിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ് കിഡ്നി സ്റ്റോൺ, കിഡ്നിയിലെ കല്ല്. ദെൻ യുറീമിയ, യൂറിൻ, യുറേത്ര, യൂറിനറി ബ്ലാഡർ, അങ്ങനെ കുറേ യുറി വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, യുറീമിയ കിഡ്നി ഡിസീസാണ്. അതങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ നോക്കുക. നമുക്ക് ഓരോ ഡിസീസും അവയുടെ റീസണും ദെൻ അവയുടെ സിംറ്റംസും ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റിസിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്? ഇൻഫ്ലമേഷൻ ഓഫ് കിഡ്നീസ് ഡ്യൂ ടു ഇൻഫെക്ഷൻ ഓർ ഇൻടോക്സിക്കേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാവുന്ന വീക്കം. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കമാണ്. അപ്പം നമ്മുടെ അണുബാധയോ വിഷബാധയോ മൂലം എന്താണ്, നമ്മളെ കിഡ്നികൾ വീങ്ങുന്ന ആ ഒരവസ്ഥയാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡിസീസിൻ്റെ സിംറ്റംസ് ആണ് പറയുന്നത്. എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നതെന്ന്. ഫസ്റ്റ് നോക്കിയേ, ടെർബിഡ് ആൻഡ് ഡാർക്ക് കളേർഡ് യൂറിൻ. ടെർബിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലങ്ങിയത് അല്ലേ, കലങ്ങിയതോ അല്ലെങ്കിൽ ഡാർക്ക് കളറിലോ ഉള്ള യൂറിൻ ആയിരിക്കും ഇതിൻ്റെ ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത്. ഡാർക്ക് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ യൂറിൻ ഒരു പെയിൽ യെല്ലോയിഷ് കളറാണെങ്കിൽ അതെന്ത് ചെയ്യുക, ഡാർക്ക് കളറാവുക. ഒന്നെങ്കിൽ യെല്ലോയിഷ് ഓറഞ്ചോ അല്ലെങ്കിൽ യെല്ലോയിഷ് റെഡോ ആ ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ സിംറ്റംസ് എന്ന് പറയുന്നത്. ദെൻ ബാക്ക് പെയിൻ, ഫീവർ, ദെൻ ഒഡീമ ഓൺ ഫേസ് ആൻഡ് ആംഗിൾസ്, അതായത് മുഖത്തെയും കണങ്കാലിനെയും ഒക്കെ എന്താണ്, വീക്കം. ആ ഒരു കാര്യമാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? നെഫ്രൈറ്റിസ് ആണ്. അതിൻ്റെ റീസണും സിംറ്റംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ കിഡ്നി സ്റ്റോൺ ആണ്. എന്താണ് കിഡ്നി സ്റ്റോൺ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃക്കയിലെ കല്ല്. ഡിപ്പോസിഷൻ ഓഫ് ക്രിസ്റ്റൽസ് ഓഫ് കാൽസ്യം സാൾട്ട്സ് ഇൻ കിഡ്നി ഓർ യൂറിനറി ട്രാക്റ്റ്, അതായത് വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ക്രിസ്റ്റൽസ് അല്ലെ, കാൽസ്യത്തിൻ്റെ ക്രിസ്റ്റൽസ് തരികളായിട്ട് അടിഞ്ഞുകൂടുന്ന ആ ഒരവസ്ഥയാണ് കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു പുതിയൊരു വേർഡ് അവിടെ വന്നു. എന്താണ്? ക്രിസ്റ്റൽ അല്ലേ, ക്രിസ്റ്റൽസ് ഓഫ് കാൽസ്യം സാൾട്ട്സ്, അതായത് നമ്മുടെ കാൽസ്യം സാൾട്ട്സിൻ്റെ ക്രിസ്റ്റൽസ്, അതൊരു ന്യൂ വേർഡാണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം കിഡ്നി സ്റ്റോണിൻ്റെ റീസൺ എന്താണെന്ന്. അപ്പോൾ ഈ ഒരു പേര് നിങ്ങൾ ഒരിക്കലും മറക്കരുത്, അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. ദെൻ ഈ ഒരു രോഗത്തിൻ്റെ സിംറ്റമാണ് ഇനി പറയാൻ പോകുന്നത്. പെയിൻ ഇൻ ദ ലോവർ അബ്ഡൊമെയിൻ, ബ്ലോക്കേജ് ഓഫ് യൂറിൻ, ഡിസിനസ്, വോമിറ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിംറ്റംസ് എന്ന് പറയുന്നത്. പെയിൻ ഇൻ ദ ലോവർ അബ്ഡൊമെയിൻ, അതായത് അടിവയറ്റിൽ, ലോവർ അബ്ഡൊമെയിൻ, അടിവയറ്റിൽ എന്താണ് പെയിൻ വരിക. ദെൻ ബ്ലോക്കേജ് ഓഫ് യൂറിൻ, മൂത്രതടസ്സം അനുഭവപ്പെടുക. ദെൻ ഡിസിനസ്, വോമിറ്റിംഗ്. ഡിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലകറക്കമാണ്. ദെൻ വോമിറ്റിംഗ്, ഛർദി. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ സിംറ്റംസ്. ഇനി അടുത്തൊരു ഡിസീസാണ് യുറീമിയ. എന്താണ് യുറീമിയയുടെ റീസൺ ആണ് പറയാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കിഡ്നി ഡിസീസസ്, നെഫ്രൈറ്റിസ്, ഡയബറ്റിസ്, ഹൈ ബ്ലഡ് പ്രഷർ, ദീസ് ആർ ദ റീസൺ ഫോർ യുറീമിയ. അതായത് യുറീമിയയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പലതരത്തിലുള്ള വൃക്കാരോഗങ്ങൾ, അതിൻ്റെ കൂടെ തന്നെ ഡയബറ്റിസോ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷറോ എന്തിന് കാരണമാവുന്നു? യുറീമിയയ്ക്ക് കാരണമാവുന്നു. ഇനി അതിൻ്റെ സിംറ്റംസ് ആണ് പറയാൻ പോകുന്നത്. അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളർച്ച, നമ്മുടെ ബോഡിക്കൊക്കെ എന്ത് തോന്നുക? വിളർച്ച അനുഭവപ്പെടുന്നു. ദെൻ ലോസ് ഓഫ് ബോഡി വെയ്റ്റ് കുറയുക. ദെൻ ഡിസിനസ് എന്ന് പറഞ്ഞാൽ തലകറക്കം, സഫോക്കേഷൻ, ഡയറിയ, പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ സ്റ്റോപ്സ് ഗ്രാജുവലി. സഫോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസതടസ്സം. ദെൻ ഡയറിയ, അതായത് വയറിളക്കം. ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇവിടെ നോക്കിക്കേ, വെൻ കിഡ്നി ഡിസീസസ് ബിക്കം സിവിയർ, എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസസ് ഡു നോട്ട്
ഗെറ്റ് ഫിൽറ്റേർഡ് ആൻഡ് റിമെയിൻ ഇൻ ദ ബ്ലഡ്. അവിടെ നോക്കിക്കേ, നമ്മളെ കിഡ്നി ഡിസീസസ് ഒക്കെ സിവിയർ ആവുകയാണെങ്കിൽ, മാരകമാകുകയാണെങ്കിൽ നമ്മളെ കിഡ്നി എന്തുണ്ടാക്കുന്നു? ഡാമേജിലാക്കുന്നു അല്ലേ? കിഡ്നി ഡിസീസസ് അധികമാകുകയാണെങ്കിൽ നമ്മളെ കിഡ്നി ഡാമേജിലാവുന്നു. അങ്ങനെ കിഡ്നി ഡാമേജിലാണെങ്കിൽ അവിടെ ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കില്ല. ഫിൽട്രേഷൻ പ്രോസസ്സ് നടന്നിട്ടില്ലെങ്കിൽ നമ്മളെ ബ്ലഡിൽ എന്തുണ്ടാവും? എക്സ്ക്രീറ്ററി സബ്സ്റ്റൻസ് ഒക്കെ നമ്മളെ ബ്ലഡിൽ തന്നെ നിലനിൽക്കും. അത് നമ്മുടെ കിഡ്നിക്ക് വീണ്ടും അല്ലേ, നമ്മുടെ ബോഡിക്ക് തന്നെ വളരെ പ്രശ്നമാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്ക്രീഷൻ കറക്റ്റ് രീതിയിൽ നടക്കണം. നിങ്ങൾ ഡയാലിസിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ഡയാലിസിസ്? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നമുക്കിനി അത് നോക്കാം. ഹീമോഡയാലിസിസ് നമുക്ക് നോക്കാം. എന്താണ് ഹീമോഡയാലിസിസ് എന്ന്? ഹീമോഡയാലിസിസ് ഈസ് ദ പ്രോസസ് by purifying blood by passing it through artificial kidney when the kidney become non-functional. അതായത് നമ്മുടെ കിഡ്നി തകരാറിലാവുന്ന സമയത്ത് ബ്ലഡിനെ ആർട്ടിഫിഷ്യൽ കിഡ്നിയിലൂടെ കടത്തി വിട്ടിട്ട് പ്യൂരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. എന്താണ്? ഹീമോഡയാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് പ്യൂരിഫൈങ് ബ്ലഡ് ബൈ പാസിങ് ഇറ്റ് ത്രൂ ആർട്ടിഫിഷ്യൽ കിഡ്നി വെൻ ദ കിഡ്നി ബിക്കം നോൺ ഫങ്ഷണൽ. അതവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് ഹീമോഡയാലിസിസ്? അപ്പം നിങ്ങൾ എഴുതണം. ഇനി ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ നടക്കുന്നത്. ആർട്ടിഫിഷ്യൽ കിഡ്നിയിലൂടെ ബ്ലഡ് കടത്തിവിട്ട് ഒരു 3 സ്റ്റെപ്പിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ആ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ തുടർന്ന് പഠിക്കും. ദെൻ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ബോക്സിലായിട്ട് കാണാം ആർട്ടിഫിഷ്യൽ കിഡ്നി. അവിടെ ഒരു ഡോക്ടറെ പറയുന്നുണ്ട്, ഡോക്ടർ വില്യം ജോഹാൻ കോൾഫ്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ കിഡ്നി രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ആ ഒരു ബോക്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഹീമോഡയാലിസിസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു 3 സ്റ്റെപ്പിലൂടെയാണ് നടക്കുന്നതെന്ന്. ആ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഇലുസ്ട്രേഷൻ 5.7. എല്ലാവരും ശ്രദ്ധിക്കുക. അവിടെ ഒരു ഇൻസ്ട്രുമെൻ്റ് കൊടുത്ത് കണ്ടോ? ഇതാണ് ഹീമോഡയാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡയാലിസിസ് ഇൻസ്ട്രുമെൻറ്റ്. ബ്ലഡ് വിത്ത് ഹൈ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് പാസ്ഡ് ഇൻ ടു ദ ഡയാലിസിസ് യൂണിറ്റ്. നമ്മുടെ ധമനിയിൽ നിന്നും ഹൈ ക്വാണ്ടിറ്റിയിലുള്ള മാലിന്യങ്ങളിൽ വേസ്റ്റ് അടങ്ങിയിട്ടുള്ള ബ്ലഡിനെ എന്ത് ചെയ്യാണ്? ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുകയാണ്. ഹെപ്പാരിൻ ഈസ് ആഡഡ് ടു പ്രിവെൻറ്റ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എന്തുകൂടി ആഡ് ചെയ്യുന്നുണ്ട്? ഹെപ്പാരിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ, അതായത് ബ്ലഡ് കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബ്ലഡ് വിത്ത് ഹൈ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ഈസ് പാസ്ഡ് ഇൻ ടു ദ ഡയാലിസിസ് യൂണിറ്റ്. ഹെപ്പാരിൻ ഈസ് ആഡഡ് ടു പ്രിവെൻറ്റ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ന് പറയുന്നത്, വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ ഡയാലിസിസ് യൂണിറ്റ് ദ വേസ്റ്റ് കണ്ടെയ്ൻ ഇൻ ബ്ലഡ് ഡിഫ്യൂസ് ടു ഡയാലിസിസ് ഫ്ലൂയിഡ്. ഈ ഒരു ഡയാലിസിസ് യൂണിറ്റിൽ എന്തുണ്ടാവും? ഡയാലിസിസ് ഫ്ലൂയിഡ് ഉണ്ടാവും, അതായത് ഡയാലിസിസ് ദ്രാവകം. ഈ ബ്ലഡ് ഇങ്ങനെ ഡയാലിസിസ് യൂണിറ്റിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഡിഫ്യൂഷനിലൂടെ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു? ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് ഊർന്നിറങ്ങുക, അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്യുക, വ്യാപിക്കുക. അപ്പോൾ സെക്കൻഡ് നമ്മൾ പറഞ്ഞത്, വെൻ ബ്ലഡ് ഫ്ലോ ത്രൂ ദ ഡയാലിസിസ് യൂണിറ്റ് ദ വേസ്റ്റ് കണ്ടെയ്ൻ ഇൻ ദ ബ്ലഡ് ഡിഫ്യൂസ് ടു ഡയാലിസിസ് ഫ്ലൂയിഡ്. ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസ് ഫ്ലൂയിഡ് ഉണ്ടാവും. ബ്ലഡ് ഡയാലിസിസ് യൂണിറ്റിലൂടെ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിഫ്യൂഷൻ വഴി വേസ്റ്റ് മെറ്റീരിയൽസ് ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് മനസ്സിലായല്ലോ. അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പ്യൂരിഫൈഡ് ബ്ലഡ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ വെയിൻ. അതായത് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ്, നമ്മുടെ ഡയാലിസിസ് യൂണിറ്റിലൂടെ ബ്ലഡ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്ലഡ് പ്യൂരിഫൈ ചെയ്തു. ആ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡിന് എന്ത് ചെയ്യാണ്? വെയിൻ വഴി നമ്മുടെ ബോഡിയിലേക്ക് പമ്പ് ചെയ്യാണ്. ഇത്രയുമാണ് ഈ ഒരു ഡയാലിസിസിൽ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ നടക്കുന്നത്. 3 സ്റ്റെപ്പുകളുണ്ട്. 3 സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹെപ്പാരിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഹെപ്പാരിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കലാണ് ഹെപ്പാരിൻ. ദെൻ അവിടെ നമ്മൾ ഡയാലിസിസ് ഫ്ലൂയിഡിനെ പറഞ്ഞു അല്ലേ. ഡയാലിസിസ് ഫ്ലൂയിഡിലേക്കാണ് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലൊക്കെ എന്ത് ചെയ്യുന്നത്? ഡിഫ്യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഹീമോഡയാലിസിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ മറ്റൊരു കുഞ്ഞു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ.
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച്. വൃക്ക മാറ്റിവെക്കൽ. എന്തിനാണ് വൃക്ക മാറ്റിവെക്കുന്നത്? നമ്മൾ 2 വൃക്ക അല്ലേ, നമുക്ക് 2 വൃക്കകളാണുള്ളത് 2 സൈഡിലായിട്ട്. 2 വൃക്കകളും തകരാറിലാവുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. എ സിംഗിൾ ഹെൽത്തി കിഡ്നി ഈസ് ഇനഫ് ടു പ്യൂരിഫൈ ബ്ലഡ്. അതായത് നമുക്ക് നമ്മളെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യമുള്ള ഒരു കിഡ്നി മതി. നമുക്ക് 2 കിഡ്നി ഉണ്ട്, പക്ഷേ പ്യൂരിഫിക്കേഷൻ എന്താണ്? ഒരു കിഡ്നി മതി, ഒരു ഹെൽത്തി കിഡ്നി മതി എന്നാണ് പറയുന്നത്. ബട്ട് വെൻ ബോത്ത് ദ കിഡ്നീസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഗെറ്റ് ഡാമേജ്ഡ് കംപ്ലീറ്റ്ലി എ ഫുള്ളി ഫങ്ഷനിങ് കിഡ്നി ഷുഡ് ബി റിസീവ്ഡ് ഫ്രം എ ഡോണർ ടു സേവ് ലൈഫ്. അതായത് ഒരു വ്യക്തിയുടെ 2 കിഡ്നിയും തകരാറിലാവുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യവാനായിട്ടുള്ള ഒരാളിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ഒരു കിഡ്നി റിസീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ഒരു കിഡ്നിയുടെ സഹായത്താൽ നമ്മുടെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടത്താൻ കഴിയും. അപ്പോൾ 2 കിഡ്നിയും തകരാറിലാവുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ആർട്ടിഫിഷ്യൽ കിഡ്നി നമ്മൾ കിഡ്നി എന്ത് ചെയ്യുന്നുള്ളൂ? ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുള്ളൂ. കിഡ്നി ഓഫ് എ ഹെൽത്തി പേഴ്സൺ ഹു ഡൈഡ് ഇൻ ആൻ ആക്സിഡൻറ്റ് ഓഫ് എ കംപ്ലീറ്റ്ലി ഹെൽത്തി പേഴ്സൺ ക്യാൻ ബി ട്രാൻസ്പ്ലാന്റഡ് ആഫ്റ്റർ കൺസിഡറിങ് ദ മാച്ചിങ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആൻഡ് ടിഷ്യൂസ്. അപ്പോൾ ഈ ഒരു കിഡ്നി നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ആൾ, അയാൾ ആക്സിഡൻറ്റിലോ എന്തെങ്കിലും കാരണവശാൽ മരണപ്പെടുകയാണെങ്കിൽ അയാളെ കിഡ്നി നമ്മുടെ കിഡ്നിയുമായിട്ട് മാച്ച് ചെയ്യും, നമ്മുടെ ബോഡിയായിട്ട് മാച്ച് ചെയ്യും, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് നമ്മുടെ ടിഷ്യൂസുമായിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വ്യക്തിയുടെ കിഡ്നി നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റും, നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അതായത് ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കിഡ്നി സ്വീകരിക്കാൻ പറ്റൂ. അതും നമ്മുടെ 2 കിഡ്നിയും തകരാറിലാവുന്ന ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ബോക്സിൽ കാണാം വെൻ എ കിഡ്നി ഈസ് ട്രാൻസ്പ്ലാന്റഡ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ് പറയുന്നതെന്ന്. വൃക്ക മാറ്റി വയ്ക്കുമ്പോൾ ഡ്യൂറിങ് ട്രാൻസ്പ്ലാന്റേഷൻ ഡാമേജ്ഡ് കിഡ്നീസ് ആർ നോട്ട് റിമൂവ്ഡ്. നോക്കിക്കേ, ഇവിടെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഡാമേജ് ആയിട്ടുള്ള കിഡ്നി എന്ത് ചെയ്യുന്നില്ല? റിമൂവ് ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ 5.4 കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം അവിടെ നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള കിഡ്നി എന്ന് പറയുന്നത് എന്താണ്? ഡാമേജ്ഡ് കിഡ്നിയാണ്. ആ ഡാമേജ്ഡ് കിഡ്നിയെ റിമൂവ് ചെയ്യാതെ ആ ഡാമേജ്ഡ് കിഡ്നിയുടെ കുറച്ച് താഴെയായിട്ട് നമ്മുടെ ആർട്ടറീസും വെയിനും ഒക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മറ്റൊരാളിൽ നിന്നും ഒരു കിഡ്നി സ്വീകരിച്ചതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തത്, അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്തത് ഡോക്ടർ ജോസഫ് ഇ മുറയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തൊക്കെ കാര്യമാണ് നമ്മൾ പഠിച്ച? കിഡ്നി ഡിസീസസിനെ കുറിച്ചും ഹീമോഡയാലിസിസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ഹീമോഡയാലിസിസ് നടക്കുന്നത്, ആ 3 സ്റ്റെപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അവിടെ ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കെമിക്കലിൻ്റെ പേര്? ഹെപ്പാരിൻ. ദെൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അതായത് മറ്റ് ജീവികളിൽ നടക്കുന്ന എക്സ്ക്രീഷൻ എങ്ങനെയാണ്, ദെൻ പ്ലാന്റ്സിൽ നടക്കുന്ന എക്സ്ക്രീഷൻ എങ്ങനെയാണ്. ഈ 2 കാര്യം കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പം എല്ലാവരും പഠിച്ചു തുടങ്ങുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.